24 എക്സ്ക്ലൂസീവ്. പുനലൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ യോഗം ചേർന്ന് വിമതർ. മുൻ KPCC നിർവാഹക സമിതി അംഗം ഉൾപ്പെടെ കോൺഗ്രസിന്റെയും പോഷക സംഘടനയുടെയും 100ഓളം നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത്. പുനലൂരിൽ കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്ന് വിമത യോഗത്തിൽ പ്രമേയവും അവതരിപ്പിച്ചു. കൊല്ലത്തുനിന്ന് സൂര്യഗായത്രി വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. പറയൂ സൂര്യഗായത്രി, ഗുഡ് മോർണിംഗ്. പുനലൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമത യോഗം ചേർന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. അത് അവഗണനയിൽ ഉടലെടുത്ത ഒരു വിമത യോഗം എന്ന് തന്നെ വേണം പറയേണ്ടത്. ഇതിൽ 100ഓളം പേർ പങ്കെടുത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുൻ KPCC നിർവാഹക സമിതി അംഗം അഞ്ചൽ സോമൻ, അതുപോലെ തന്നെ UDF മുൻ കൺവീനർ കുളത്തുപുഴ സലീം ഉൾപ്പെടെ മഹിളാ കോൺഗ്രസിൽ നിന്നും കർഷക കോൺഗ്രസിൽ നിന്നും ഉൾപ്പെടെ 100ഓളം നേതാക്കന്മാരാണ് ഈ വിമത യോഗത്തിൽ പങ്കെടുത്തത്. ഈ യോഗത്തിൽ നിരവധി നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ഈ നേതാക്കന്മാർ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അവർ ചില ആരോപണങ്ങൾ കൂടി ഈ യോഗത്തിൽ ഉയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ മുന്നോട്ട് വെച്ച ഒരു ആവശ്യമെന്ന് പറയുന്നത് നേതൃത്വത്തെ ശുദ്ധീകരിക്കണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പുനലൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനകം ശുദ്ധീകരിക്കണമെന്നുള്ളതാണ്. നിലവിൽ പദവികൾ ഇരിക്കുന്നവരെ ആ പദവികളിൽ നിന്നും മാറ്റി പുതിയ ആൾക്കാരെ പദവികളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം ഈ വിമത യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ കഴിഞ്ഞ 30 വർഷമായിട്ട് ചെങ്കോട്ടയായിട്ട് തുടരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് പുനലൂർ. ആ ഘട്ടത്തിലാണ് ഈ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നത് ഈ മണ്ഡലത്തിലെ തന്നെ കോൺഗ്രസ് നേതാക്കളാണ് എന്നുള്ള ആരോപണം കൂടി വിമത യോഗത്തിൽ നേതാക്കന്മാർ ഉയർത്തി എന്നുള്ള ഒരു വലിയ കാര്യം കൂടിയുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മറ്റൊന്ന്, 2 പ്രമേയങ്ങൾ ഈ വിമത യോഗത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്, അതിൽ പാസാക്കി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിലൊന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുയുഗ യാത്ര പുനലൂരിൽ എത്തുമ്പോൾ അതിന് വമ്പിച്ച സ്വീകരണം നൽകണമെന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിൽ മറ്റൊന്നെന്ന് പറയുന്നത്, പുനലൂരിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരണമെന്നുള്ള ഒരു പ്രമേയം ഈ യോഗത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പുനലൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന് പറയാൻ പറ്റുന്ന ഏക ഒരു സീറ്റ് പുനലൂരാണ്. ഇത്തവണ ആ സീറ്റ് സംബന്ധിച്ച് ചില അനിശ്ചിതത്വങ്ങളുണ്ട്. ആ സീറ്റ് തിരികെ കോൺഗ്രസിലേക്ക് പോകുമോ എന്നുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു അന്തിമ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തുടർച്ചയായിട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.